നമസ്കാരം. എല്ലാ പ്രവാസികൾക്കും പ്രവാസി മലയാളി പ്രസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ വളരെ വലിയൊരു ഓളം ഇപ്പോൾ ഹംദാൻ വന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം. വലിയ ആവേശത്തോടു കൂടി ചെണ്ടമേളം കാണാനായി അദ്ദേഹം വന്നതും സുരേഷ് ഗോപി അദ്ദേഹത്തെ വരവേറ്റതും ഒക്കെ നമുക്കൊരു അഭിമാന നിമിഷം തന്നെയാണല്ലേ. എന്തായാലും ഇന്ത്യയുടെ മനം കവർന്നിരിക്കുകയാണ് ദുബായ് കിരീടാവകാശി രാജകുമാരൻ. അദ്ദേഹം എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചഭക്ഷണത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് മുംബൈയിൽ എല്ലായിടത്തും അദ്ദേഹം ചുറ്റിക്കറങ്ങുമെന്ന വാർത്തയും ഒക്കെ കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ദുബായ് കിരീടാവകാശിക്ക് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂമിന് ഊഷ്മള സ്വീകരണമാണ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ആവേശോജ്വലമായ സ്വീകരണമാണ് ഷെയ്ഖ് ഹംദാന് കിട്ടിയത്. ഇതിനെല്ലാം അദ്ദേഹം വളരെയധികം നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹംദാൻ ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലഭിച്ച വരവേൽപ്പാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന് തന്നെ ഇഷ്ടപ്പെട്ടതായി സോഷ്യൽ മീഡിയയിലെല്ലാം കുറിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ ഷെയ്ഖ് ഹംദാൻ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും വൈറലായിട്ടുള്ളത് നമ്മുടെ ചെണ്ടമേളമായിരുന്നു. അതിങ്ങനെ ആസ്വദിച്ച് കണ്ടു നിൽക്കുന്ന ഫോട്ടോയാണ് അയച്ചിരുന്നത്. കേരളത്തിന്റെ തനത് മേളയായ ചെണ്ടമേളം അദ്ദേഹം ആസ്വദിക്കുന്നതും അതനുസരിച്ച് അദ്ദേഹം അതിനൊപ്പം തന്നെ തലയാട്ടുന്നതും എല്ലാമായ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ആദ്യമായിട്ടായിരിക്കും ചെണ്ടമേളം ഇങ്ങനെ കാണുന്നത്. 4 മേളക്കാരാണ് ചെണ്ട കൊട്ടിയിരുന്നത്. ഈ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ലഭിച്ചു. തന്റെ 16.9 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ആയിട്ടാണ് ഷെയ്ഖ് ഹംദാൻ ഈ ചെണ്ടമേളത്തിന്റെ ചിത്രം പങ്കുവച്ചത്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികളിലെ ഏറെ പേരും മലയാളികളാണ്. മലയാളക്കരയുടെ തനത് സാംസ്കാരിക പാരമ്പര്യം കാണിക്കുന്ന ഒന്നായിരുന്നു ഈ ഷെയ്ഖ് ഹംദാൻ പങ്കുവച്ച ഫോട്ടോ. അതിനൊപ്പം തന്നെ മലയാളികളോടുള്ള ഇഷ്ടം കൂടി അത് പങ്കുവച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഹംദാനെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും യുഎയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീറും ചേർന്നാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ ഒരുക്കിയ പ്രത്യേക യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഷെയ്ഖ് ഹംദാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു മുൻപും അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നയാൾ എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹംദാന്റെ ആദ്യത്തെ ഔദ്യോഗിക യാത്രയാണ് ഇത്. ഇന്ത്യയുമായുള്ള ദൃഢബന്ധത്തിന് അടിവരയിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം. ലോക സമാധാനവും സാമ്പത്തിക പുരോഗതിയും വികസനവും എല്ലാം ഉറപ്പാക്കാൻ സംയോജിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം ഷെയ്ഖ് ഹംദാൻ ഈ പ്രസംഗങ്ങളിലെല്ലാം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം, ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഗർവി, രാജ്യാന്തര സഹകരണ മന്ത്രി റിം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി, വാണിജ്യമന്ത്രി അബ്ദുള്ള ബിൻ തൗഖ അൽ മർറി, സാമ്പത്തിക കാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ ഹാദി അൽ ഹുസൈനി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹമന്ത്രി ഒമർ ബിൻ സുൽത്താൻ അൽ ഒലാമ, ദുബായ് സ്പോർട്സ് വേൾഡ് ചെയർമാൻ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം, ഇന്ത്യയിലെ യുഎഇ സ്ഥാനപതി ഡോക്ടർ അബ്ദുൽ നാസർ ജമാൽ അൽ ഷാലി എന്നിവരുമെല്ലാം തന്നെ ഈ പ്രതിനിധി സംഘത്തിലുണ്ട്. അവര് എല്ലാവരും ഒരുമിച്ചാണ് യാത്രയിലും എല്ലാത്തിലും ഇന്നലെ വിരുന്നിലും എല്ലാം തന്നെ ഒരു പങ്കെടുത്തിരുന്നു. എന്തായാലും ഒറ്റയ്ക്കല്ല, ഒരു പടയായിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഷെയ്ഖ് ഹംദാൻ ഇന്ത്യ വളരെയധികം ഇഷ്ടപ്പെട്ടു. കേരളത്തിന്റെ ചെണ്ടമേളം വളരെ ആസ്വദിച്ചു. മലയാളികൾക്കെല്ലാം തന്നെ ഇതൊരു വലിയ പ്രോത്സാഹനം തന്നെയാണ്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതെ, ഹംദാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് ഒരു വാത്സല്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സ് നോക്കി നമുക്ക് മനസ്സിലാകുമെന്നതാണ്. തീർച്ചയായും അദ്ദേഹം ഇന്ന് തിരിച്ച് മടങ്ങുകയാണ്. എന്തായാലും ഒരുപിടി ഓർമ്മകളുമായി വളരെ സന്തോഷകരമായി, മാത്രമല്ല ഇന്ത്യയും സൗദിയും തമ്മിലുള്ള, ദുബായും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഊഷ്മളത വരുത്താനും ശക്തമേറ്റാനും അല്ലെങ്കിൽ ശക്തയായ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഉള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. നിയമക്കുരുക്കുകളും ഹുറൂബും മൂലം 12 വർഷമായി നാട്ടിലേക്ക് മടങ്ങാനാവാതെ പ്രവാസി ഇന്ത്യക്കാരൻ രോഗബാധിതനായി സൗദിയിൽ അന്തരിച്ചു എന്ന വാർത്ത വരികയാണ്. കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാറിൽ ജോലി ചെയ്ത് വന്നിരുന്ന ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശി അഭയ് കുമാർ സിംഗ് എന്ന 54 വയസ്സുകാരനാണ് ദേഹാസ്വാസ്ഥ്യ തുടർന്ന് മരിച്ചത്. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണായിരുന്നു മരണം ഉണ്ടായിരുന്നത്. ഒപ്പം താമസിച്ചിരുന്നവർ അൽ ഖോബാർ അൽമാന ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.
12 വർഷങ്ങൾക്ക് മുൻപ് സാധാരണ തൊഴിലാളി വിസയിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. അഭയകുമാർ സിംഗിന്റെ ഇക്കാമ കാലാവധി അവസാനിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിരുന്നു. തൊഴിൽ താമസ രേഖയൊന്നും പുതുക്കാതെയായതോടുകൂടി ഇയാൾക്കെതിരെ ഹുറൂബ്, അതായത് ഒളിച്ചോടിയതായുള്ള ഈ ഒരു കേസ് അദ്ദേഹത്തിന് മേൽ ചുമത്തുകയായിരുന്നു. നാട്ടിലുള്ള ഭാര്യയും ഏക മകളും മടങ്ങിയെത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പഴയ സ്പോൺസറിനെയും മറ്റും കണ്ടെത്താനാവാതെ രേഖകളും മറ്റും ശരിയാകാനുള്ള വഴി അറിയാതെയാണ് ഇത്രയും കാലം കഴിഞ്ഞത്. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ ഹുസൈൻ നിലമ്പൂരിനെ ബന്ധപ്പെട്ട സഹായം തേടിയിരുന്നു. തുടർന്ന് ഇയാളുടെ വിവരങ്ങൾ ഇന്ത്യൻ എംബസി അധികൃതരെ ധരിപ്പിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഹുസൈൻ നിലമ്പൂർ നേതൃത്വം നൽകിയിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള വിമാന ടിക്കറ്റും മറ്റും ഇന്ത്യൻ എംബസി അനുവദിച്ചു. ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇന്ന് രാത്രി പുറപ്പെടുന്ന വിമാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹുസൈൻ നിലമ്പൂർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് എല്ലാ പ്രവാസികളുടെയും അവസാന യാത്രയ്ക്ക്, ഒരുപക്ഷെ ബുദ്ധിമുട്ടിലാക്കപ്പെട്ട യാത്രയ്ക്കൊക്കെ തന്നെ അദ്ദേഹം ആണ് ഒരു വഴി വെക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊരു ദീർഘമായ ഒരു ചർച്ച നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ആവശ്യമായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും എല്ലാ മലയാളികൾക്കും അഭിമാനം തന്നെയാണ്, സഹായം തന്നെയാണ്. പക്ഷെ വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. 12 വർഷം കാത്തിരുന്നിട്ടും വീട്ടിലെത്താൻ പറ്റാതെ ഒടുവിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തുകയാണ് വീട്ടിലേക്ക് എന്നുള്ളതാണ്. ഒരു പക്ഷെ ആരെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ നിയമക്കുരുക്കൊക്കെ മാറ്റി നാട്ടിലെത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അടുത്തത് ഏപ്രിലിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം UAE-യിൽ വർദ്ധിച്ച ഒരു പ്രതിഭാസത്തിനെ കുറിച്ചാണ്. അബുദാബിയിലാണ് നഗരത്തെ മുഴുവൻ വെള്ളത്തിനിടയിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ മഴ UAE-യിൽ പെയ്തൊഴിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. രാജ്യം അന്ന് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. ഇത്രയും അധികം വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റു പ്രതിസന്ധികളും അന്നുണ്ടായിരുന്നു. ഇൻഷുറൻസ് വ്യവസായത്തെയുമെല്ലാം ഇത് കാര്യമായി സ്വാധീനിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം UAE-യുടെ ചരിത്രത്തിലെ ഏറ്റവും അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനമായിരുന്നു എന്നാണ് അബുദാബിയിലെ ഇൻഷുറൻസ് സ്ഥാപനമായ ഇസനാദിന്റെ CEO അനസ് മിസ്തരീഹി പറയുന്നത്. വാഹനം, വസ്തു, വാണിജ്യം എന്നിവ ഉൾപ്പെടെ 1 ലക്ഷത്തിലധികം ക്ലെയിമുകളാണത്രേ അന്ന് ഫയലിൽ ചെയ്യപ്പെട്ടത്. ഈ കാലയളവിൽ മൊത്തം ഇൻഷുർ ചെയ്ത നഷ്ടങ്ങൾ 4 ബില്യൺ ദിർഹത്തിലധികമാണെന്നാണ് ഇൻഷുറൻസ് കമ്പനികളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ വലിയൊരു പങ്കും വാഹനങ്ങളാണ്, പ്രത്യേകിച്ച് കാറുകൾ. വാഹന ഇൻഷുറൻസ് ക്ലെയിമുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേടുപാടുകൾ എഞ്ചിൻ തകരാറുകൾ, ഇലക്ട്രിക്കൽ തകരാറുകൾ, ബ്രേക്ക് പ്രശ്നങ്ങൾ എന്നിവയാണെന്നും ഈ കമ്പനി പറയുന്നു. മിക്കവാറും ക്ലെയിമുകളും 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കിയിരുന്നു എന്ന് കമ്പനി അറിയിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ നിർണായക വഴിത്തിരിവായിരുന്നു ഏപ്രിലിൽ ഉണ്ടായ ഈ മഴയും വെള്ളപ്പൊക്കവും. മിക്കവാറും ഇൻഷുറൻസ് കമ്പനികളിലും തങ്ങളുടെ പോളിസികളിൽ അന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കാലാവസ്ഥാ സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കവറേജുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് പിന്നീട് വന്നിട്ടുള്ളത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ആഡ് ഓണുകൾ, മെച്ചപ്പെടുത്തിയ മോട്ടോർ പോളിസി ഫീച്ചറുകൾ, വാണിജ്യ ക്ലയന്റുകൾക്കുള്ള ബിസിനസ് കവറേജ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കവറേജുകൾക്കുള്ള ഡിമാൻഡ് ഉയരുകയാണെന്ന് ഇൻഷുറൻസ് കമ്പനികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. വെള്ളപ്പൊക്കത്തിന് ശേഷം വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ പേര് അത് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള വാഹനങ്ങളുടെ വില ഇരട്ടിയായി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം ഘടനകൾ പരിഷ്കരിച്ചു. മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം 25 മുതൽ 30% വരെ വർദ്ധിപ്പിച്ചിരുന്നു. ഇതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങളിൽ 100% വരെ വർധനവുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിനാൽ ഇൻഷുറൻസ് കമ്പനികൾ ഇത് സംബന്ധിച്ചും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബാറ്ററി ചെലവുകളും പ്രത്യേക അറ്റകുറ്റപ്പണികളും കാരണം EV ഇൻഷുറൻസ് പൊതുവെ ചെലവേറിയതാണ് എന്ന് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നു. ഈ വാഹനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക പോളിസികൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മയുണ്ട്, പല ദൃശ്യങ്ങളുമാണ്. കാറ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന, മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം, വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ ഈ വാഹനങ്ങളിലേക്ക് വീഴുന്നു, ഒഴുകിപ്പോകുന്നു, കാറുകളെല്ലാം ഒഴുകിപ്പോകുന്നു. അങ്ങനെ ഭയങ്കര അതിഭീകരമായ സംഭവമാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമുകളിലെല്ലാം ഒരുപാട് ക്ലെയിം ഉണ്ടായിരുന്നതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം എല്ലാം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പോളിസി എടുക്കാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കുക. എന്തായാലും ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. മുംബൈയിലേക്ക് ദുബായിൽ നിന്ന് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയെക്കുറിച്ച് ചർച്ചയും പഠനവും നടന്നു വരികയാണെന്ന് UAE നാഷണൽ അഡ്വഞ്ചർ ബ്യൂറോ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ ഷഹി പറയുന്നു.
2018 ഈ പദ്ധതി ആദ്യമായി നിർദ്ദേശിച്ചത്. അന്ന് UAE-യിലെ എല്ലാ ഈ പ്രാദേശിക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പദ്ധതിയുടെ സാധ്യതാ പഠനം ഇപ്പോഴും നടന്നു വരികയാണ്. സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് UAE നാഷണൽ അഡ്വൈസറി ബ്യൂറോ ലിമിറ്റഡിന് പദ്ധതി നടപ്പാക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ തീയതി ഇപ്പോൾ പറയാനാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ UAE-യിൽ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലെത്താൻ 4 മണിക്കൂറാണ് സമയം വേണ്ടിവരുന്നത്. അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നതോടുകൂടി ഇത് 2 മണിക്കൂറായി കുറയും. UAE-യും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിന് പിന്തുണ നൽകുക എന്നതാണ് പ്രധാന പദ്ധതിയുടെ ഈ ലക്ഷ്യമെന്ന് പറയുന്നത്. കൂടെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ എണ്ണ കൊണ്ടുപോവുക എന്നതാണ് അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ മറ്റൊന്ന്. ഇന്ത്യയിലെ നർമ്മദ നദിയിൽ നിന്ന് UAE-യിലേക്ക് വെള്ളം എത്തിക്കുന്നതും ഇതുവഴി സാധ്യമാകുമെന്നാണ് പറയുന്നത്. കറാച്ചി, മസ്കറ്റ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന വിവിധ റൂട്ടുകൾ പദ്ധതിയിലും ഉണ്ട്. ട്രെയിനിൽ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗതയുണ്ട്. അറബിക്കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് 20 മുതൽ 30 മീറ്റർ താഴെയാൽ നിർമ്മിക്കുന്ന കോൺക്രീറ്റ് തുരങ്കങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവും ഉൾപ്പെടെ ചരക്കുകളെല്ലാം തന്നെ കൊണ്ടുപോകും. പദ്ധതി UAE-യുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും അൽ ഷഹി പറയുകയാണ്. ട്രാൻസ്പോർട്ടുകൾക്കും ബിസിനസ്സുകൾക്കുമുള്ള ഒരു കൺസൾട്ടന്റ് സ്ഥാപനമാണ് ഈ UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനായി ഈ അന്റാർട്ടിക്കയിൽ നിന്ന് UAE-യിലേക്ക് മഞ്ഞുമലകൾ അയക്കുന്നത് പോലെയുള്ള രസകരമായ ആശയങ്ങൾ നേരത്തെയും UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാലും ഇത് ഇവരുടെ ഒരു രീതിയാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള പലതരത്തിലും അതായത് ഒരു പുതിയ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 4 മണിക്കൂർ എന്ന് പറയുന്നത് 2 മണിക്കൂറായി ദൈർഘ്യം കുറയും. മാത്രമല്ല അണ്ടർ വാട്ടർ കടലിന്റെ അടിയിലൂടെ അറബിക്കടൽ 2ആയി പിളർന്ന് അതിന്റെ അടിയിൽ കൂടെയാണ് സഞ്ചാരമൊക്കെ തന്നെ നടത്തുന്നത്. ആദ്യം ഒരു പക്ഷേ ഇത് എപ്പോഴാണ് വരിക എന്നറിയില്ല. എന്തായാലും വർഷങ്ങൾ എടുത്തായാലും ഒരു വലിയ ഡെവലപ്മെന്റ് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുക. ഒരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും വികസനത്തിൽ ഉണ്ടാകാൻ പോകുക എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇല്ല എന്നുള്ളതാണ്. അടുത്ത വാർത്ത വന്നിട്ടുള്ളത് കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിലെ ജലീബൽ ഷുവൈഖിലുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന് തീ പിടിച്ചു എന്ന വാർത്തയാണ് വന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്നുള്ള കനത്ത പുക ശ്വസിച്ച് 2 പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്നും ഇവർക്ക് ഉടൻ തന്നെ വൈദ്യസഹായം എത്തിച്ചു എന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അൽ സുമൂദ്, അലാർദിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് പറയുന്നു. തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പിന്നെ വന്നത്. അടുത്തത് വരുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതെ, ഇത് ആണവ പദ്ധതി പ്രശ്നത്തിൽ ട്രംപ് ഭരണകൂടം ഇറാനുമായി നടത്തുന്ന ആദ്യ ഉന്നതതല ചർച്ച ശനിയാഴ്ച ഒമാനിൽ നടക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അതായത് ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ച നടക്കുന്നത് ഒമാനാണ്. ഒമാൻ വേദിയാവുകയാണ് എന്നുള്ളതാണ്. അതായത് ബദ്ധശത്രുക്കൾ എന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയാണ്. അതിന് ഒമാൻ ചുക്കാൻ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒമാൻ മധ്യസ്ഥം വഹിക്കുന്നു, ഒമാൻ വേദിയാകുന്നു എന്നുള്ളതാണ്. US പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പങ്കെടുക്കും. ചർച്ച സ്ഥിരീകരിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാജി ആണ് രംഗത്ത് വരുന്നത്. ഒമാൻ മധ്യസ്ഥരുമായുള്ള സംഭാഷണമെന്നും TV അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. US-ഉമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്നും മധ്യസ്ഥരുമായി ചർച്ചയാകാമെന്നും കഴിഞ്ഞയാഴ്ച ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാനുമായി നേരിട്ടുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്തായാലും നേരിട്ടായാലും അല്ലാതെയായാലും ഒമാനിലേക്ക് വേദിയാവുകയാണ്. കാരണം ട്രംപ് പറഞ്ഞിരുന്നത് പ്രത്യക്ഷ ചർച്ച വേണം ഇറാനുമായിട്ടെന്നാണ്. പക്ഷെ ഇറാൻ അതിന് തയ്യാറായില്ല. പരോക്ഷ ചർച്ചയ്ക്ക് മാത്രമേ തയ്യാറായുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇന്നലെയാണ്, കാരണം അങ്ങനെ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ അഥവാ ചർച്ച പരാജയമാവുകയാണെങ്കിൽ ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് പൊട്ടിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാക്സിയാണ് പറഞ്ഞത് എന്തായാലും സംസാരിക്കാം. അപ്പൊ ഓരോ രാജ്യങ്ങൾക്കും ഓരോ മധ്യസ്ഥ മുഖാന്തരാണല്ലോ. അങ്ങനെയാണ് ഒമാൻ വന്നിട്ടുള്ളത്. ഇനി ഒമാനിൽ വെച്ച് ഈ ശനിയാഴ്ചക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും. കാരണം എന്തും സംഭവിക്കാം. കാരണം ചർച്ച പോസിറ്റീവ് ആകുമെന്ന് പറയുന്നതിന് വളരെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഗാസയിലുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇനി ഉണ്ടാകുക? എന്തായാലും ഒമാനിൽ വെച്ച് നടക്കുന്ന ഈ ഒരു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് തന്നെയാണ് അടുത്ത ആഴ്ചയിലെ പ്രധാന വാർത്ത എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ട്രംപ് നേരിട്ടല്ല, മറിച്ച് ഒരു ബൈസ്റ്റാൻഡർ പോകുന്നു ട്രംപിന് പകരക്കാരനായിട്ട്. എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മറിച്ച് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രധാനമായും കിരീടാവകാശി നമ്മുടെ ഇന്ത്യയിൽ വന്ന സന്ദർശനം നടത്തി അദ്ദേഹം ഇന്ന് തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു വാർത്തകളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.